ന്യൂസ് 18 നൽകിയ എക്സ്ക്ലൂസീവ് വാർത്തകളിൽ ഒന്നാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം യുവാക്കൾക്ക് ഇടം നൽകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് സി ക്ലാസ് മണ്ഡലങ്ങളെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് ഇടം നൽകുന്നത് എന്നുള്ളതായിരുന്നു ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വാർത്തയാണ്. അതേസമയം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പിടിമുറുക്കിയ മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറിന് സർവേയിൽ തിരിച്ചടിയാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പരാജയവും പ്രാദേശിക എതിർപ്പുകളുമാണ് ഇതിന് കാരണം. എന്നാൽ തൃശൂരിൽ സന്ദീപ് വാര്യരെ കളത്തിൽ ഇറക്കുന്നതിലൂടെ BJP വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ആകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ യുവ നേതാവ് VS ജോയിയിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്നും നേതൃത്വം കണക്കാക്കുന്നുണ്ട്. തുടർ വാർത്തയുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇന്നലെയാണ് നമ്മൾ ഈ എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോഴും കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ വാർത്ത തള്ളുന്നില്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് വിശദമായി. ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാൻ അവർ തയ്യാറാകുന്നുമില്ല. അത് തന്നെയാണ് നമ്മുടെ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് തള്ളിക്കളയാം ഇങ്ങനെ ഒരു വാർത്ത തെറ്റാണ് എന്ന്. അതില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ നീക്കങ്ങൾ ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ എന്നത് നമുക്ക് വ്യക്തമാണ്. അതിൽ തന്നെ ചില നേതാക്കൾക്ക് തിരിച്ചടിയുണ്ടാകുന്നു. അതിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ശിവകുമാറിൻ്റേത് ഉൾപ്പെടെയുള്ള പേരുകൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. ഡാൻ ഇന്നലെ നൽകുന്ന റിപ്പോർട്ടിലൊന്നുണ്ടല്ലോ, ഉറപ്പായും വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ. അതിൽ ഈ സി ക്ലാസ് എന്നത് ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളാണ്. ഒരുപക്ഷെ ശിവകുമാറിനെ പോലെയുള്ള നേതാക്കളെ സേഫായ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ മുതിർന്ന നേതാക്കൾക്ക് സേഫായ ഇടം നൽകണം എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ടോ പാർട്ടിക്ക്? ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനകൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചയാണ് ഈ വാർത്ത ഉണ്ടാക്കിയത്. അത് ഔദ്യോഗികമായി നിഷേധിക്കാനോ അതേസമയം അത് അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറയാനോ ഒന്നും തള്ളാനോ കൊള്ളാനോ പാർട്ടി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ സി ക്ലാസ് മണ്ഡലങ്ങൾ, അതായത് ജയിക്കാൻ സാധ്യത കുറവുള്ള മണ്ഡലങ്ങളിലേക്ക് യുവമുഖങ്ങളെ രംഗത്തിറക്കി ഒരു നിർണായക പരീക്ഷണത്തിന് AICC തയ്യാറെടുക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നലെ പുറത്തുവിട്ടത്. അതിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ VS ശിവകുമാറിന്റെ പേര് എന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇന്നലെ ഉയർന്നു കേട്ട ചോദ്യമാണ്. അതായത് ശിവകുമാർ സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവിനോടാണ് പരാജയം നേരിട്ടത്. അന്ന് 48,748 വോട്ടുകൾക്കാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ആന്റണി രാജു VS ശിവകുമാറിനെ പരാജയപ്പെടുത്തിയത്. 41,669 വോട്ടുകളായിരുന്നു VS ശിവകുമാർ 2021 നേടിയത്. അന്ന് 34,996 വോട്ടുകൾ നേടി BJPയുടെ കൃഷ്ണകുമാർ സജീവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ, അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അടക്കം BJP വലിയൊരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തൽ ഈ സർവേയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP സംഘടനാ സംവിധാനം തിരുവനന്തപുരം ജില്ലയിലെ പ്രൈം മണ്ഡലങ്ങളിൽ ഒന്നായാണ് തിരുവനന്തപുരത്തെ ഉൾപ്പെടെ കാണുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അവിടെ ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത്. അവിടെ VS ശിവകുമാറിന് വേണ്ടി NSS അടക്കം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഒരു യുവമുഖത്തെ തന്നെ പരിഗണിക്കാനുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നത്. അതല്ല എങ്കിൽ കോൺഗ്രസിലെ ഒരു ഘടകകക്ഷിക്ക്, അത് CMPയുടെ മുഖമായ CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അയക്കുമെന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. CMP ആ സീറ്റിനു വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുന്നുമുണ്ട്. പക്ഷേ നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
കെ ശബരിനാഥനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാൽ അവിടെ യുവ വോട്ടർമാരെ ആകർഷിക്കാൻ ശബരിനാഥന് കഴിയും. അതോടൊപ്പം തന്നെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ അത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ ഒരു ശക്തമായ മത്സരം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഞാൻ ഡാനിലേക്ക് എത്താം. ഇപ്പോൾ വലത് നിരീക്ഷകൻ എൻ ശ്രീകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീകുമാർ, ഞങ്ങൾ ഇന്നലെ മുതൽ നൽകുന്ന വാർത്തയുടെ ഒരു തുടർച്ച എന്ന് തന്നെ പറയാം. അതായത് സി ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് യുവ നേതാക്കളെ അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക അതിപ്പോൾ തയ്യാറാക്കുന്നു. അങ്ങനെ ഒരു നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വാർത്തയായി വന്നിട്ടുള്ളത്. അതേസമയം അതേ പട്ടിക തന്നെയാകണം തെരഞ്ഞെടുപ്പിൽ എന്ന് അല്ല ഞങ്ങൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരം സാധ്യതകൾ തന്നെയാണ് കോൺഗ്രസ് തേടുന്നത് എന്നുള്ളതാണ്. അതിൽ ചില പരിചിത മുഖങ്ങൾക്ക് വലിയ ജനപ്രീതി നേടാൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതാണിപ്പോൾ ശിവകുമാറിൻ്റെ കാര്യമായി സൂചിപ്പിക്കുന്നത്. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് പല മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ യുവാക്കൾ എന്നല്ല UDF പറഞ്ഞോളൂ. UDF ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന ഒരു ഘട്ടമുണ്ട്. അതിപ്പോ അവസാനം നമ്മൾ നിലമ്പൂര് കണ്ടതാണ്. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാല് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ C ക്ലാസ് D ക്ലാസ് എന്നുള്ള ഒരു വേർതിരിവ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അത് BJPക്കും ഒക്കെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം A ക്ലാസ് അല്ല, പക്ഷേ എല്ലായിടത്തും കോൺഗ്രസ് പലവട്ടം ജയിച്ചിട്ടുണ്ട്. കാരണം 140 മണ്ഡലങ്ങളിലെ 111 സീറ്റ് വരെ നേടിയ ഒരു മുന്നണിയാണ് കോൺഗ്രസ് മുന്നണി 1970-കളിൽ. അന്ന് CPI ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം 100 സീറ്റ് വരെ നേടിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പം C ക്ലാസ് എന്നുള്ളത് കോൺഗ്രസിന്റെ ആ ഒരു ചരിത്രത്തിൽ ഇല്ല. അത് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാല് ചില മണ്ഡലങ്ങളില് CPMന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ തന്നെ ചില ഘട്ടങ്ങളിൽ അവര് വളരെ നിസ്സാര വോട്ടുകൾക്ക് തോറ്റിട്ടുണ്ട്. അപ്പൊ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് എന്നുള്ളതല്ല കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ. അല്ല, തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ കാലം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ തന്നെ BJP യെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനം പിടിക്കുക എന്നുള്ളതല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും സാധ്യതയുള്ള സീറ്റുകൾ ഏത്, മണ്ഡലം ഏത്, അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കും. അത് ഇന്ത്യ മുഴുവനുമാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ കോൺഗ്രസും ഒരു പരിധിവരെയെങ്കിലും ഒക്കെ മാറി ചിന്തിക്കുന്നുണ്ടാകാം. ചില ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്തുന്നുണ്ടാകാം. അതിനൊരു പക്ഷേ ടെക്നിക്കലി നൽകുന്ന പേരുകളാകാം ഈ സാധ്യതകൾ. ഒപ്പം താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ BJPയുടെ വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ അതുകൂടിയൊക്കെ കണക്കിലെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോൾ മതസാമുദായിക വിഭാഗങ്ങളെ അടക്കം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം ഒരു മൂന്നാം ഭരണ തുടർച്ചയ്ക്ക് തടയിടാനെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടാകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒന്നാമത്തേത് BJPയുടെ വളർച്ച ഏതാണ്ട് കഴിഞ്ഞു. അത് 2014 തൊട്ട് ഈ 2019 ഇലക്ഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് BJPക്ക് ഇപ്പോൾ വളർച്ച എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ ലോക്സഭയാണെങ്കിലും അസംബ്ലി ആണെങ്കിലും അവര് കരുതാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ലേ ഒരു MPയെ BJP MPയെ പാർലമെന്റിലേക്ക് അയച്ചത്? അവിടെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പ്രശ്നം. കാരണം സുരേഷ് ഗോപി ആണ് തൃശ്ശൂരിൽ മത്സരിച്ചത് എന്നുള്ളതുകൊണ്ട് അതേ ഒരു BJP കാരനാണ്, ചിഹ്നം താമരയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്തത് ശ്രീകുമാർ BJPയുടെ? അല്ല, ഞാൻ പറയാം അതായത് ഒരു അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തില് സുരേഷ് ഗോപി എന്ന ഒരു സൂപ്പർ സ്റ്റാർ 2 വട്ടം തൃശ്ശൂരിൽ തുടർച്ചയായിട്ട് മത്സരിച്ചിട്ട് 3-ാം വട്ടം ചില വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് വരുമ്പോൾ കിട്ടിയ വോട്ടുകളാണത്. അത് BJP വോട്ടോ BJP വിജയമല്ല. ഞാൻ തർക്കിക്കുകയല്ല, പക്ഷേ എനിക്ക് കൃത്യമായ മണ്ഡലങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലോക്സഭയിലെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ പല നിയമസഭയിലും വലിയ മുന്നേറ്റമല്ലേ BJP നടത്തിയ വോട്ടുകളുടെ എണ്ണത്തിലൊക്കെ? അല്ല, അത് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അത് പറയുമ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. അതായത് 7 അസംബ്ലി മണ്ഡലങ്ങളിലെ BJPക്ക് ഇവിടെ BJPയിലെ 6 അസംബ്ലി മണ്ഡലങ്ങൾ അവർക്ക് ഭൂരിപക്ഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഗുരുവായൂർ ഒഴിച്ചു.
അപ്പൊ ഈ 6 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിക്കുള്ള വോട്ടാണോ അതോ LDFന്റെ UDFന്റെ വോട്ട് ചോർന്നതായിട്ടാണോ കണക്കാക്കുക? അങ്ങനെയാണ് തൃശ്ശൂരിലത്തെ 6 മണ്ഡലങ്ങളിൽ BJP ജയിക്കണ്ടേ? ഈ 6 ഇടത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ സാധാരണ MLA-മാരായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സുരേഷ് ഗോപിമാരല്ലല്ലോ, ഒരാളല്ലേ സുരേഷ് ഗോപി. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ തൃശ്ശൂർ തന്നെ എടുക്കൂ. ഈ തൃശ്ശൂരിൽ UDFന് ഏതാണ്ട് അടിവേര് നഷ്ടപ്പെട്ട സാഹചര്യമല്ലേ ഉള്ളത്? അതൊക്കെ ഒരു പരിധിവരെ UDFന്റെ ഏറ്റവും സേഫായ മേഖലകളായിരുന്നുവെങ്കിൽ പിന്നീട് നിയമസഭയിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടേക്കാണ് സന്ദീപ് വാര്യർ, ഒരു പക്ഷേ സന്ദീപ് വാര്യർ എന്ന പേര് കോൺഗ്രസ്സുകാർക്ക് പോലും പൂർണ്ണമായും അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ, പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിൽ അടക്കം പങ്കെടുക്കുന്ന ആളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ചില നീക്കങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സന്ദീപ് വാര്യർ തൃശ്ശൂർക്ക് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ നിഗമനമാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ഫോക്കസ് ചെയ്യുന്നത് സാധ്യത ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഓരോ സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, UDFന്. പക്ഷെ നിങ്ങൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇവിടെ ജയിച്ച പോലെ ബെന്നി ബെഹനാൻ ജയിച്ച മുകുന്ദപുരം മണ്ഡലത്തിൽപ്പെട്ട കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കുടയും അതുപോലെ കയ്പമംഗലത്തും സൂചിപ്പിച്ചത് ശരിയാണ്. 2ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അതിൽ തൃക്കാക്കര ഉണ്ടായിരുന്നു, പുതുപ്പള്ളി ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, ചേലക്കര ഉണ്ടായിരുന്നു. ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. പക്ഷേ UDFന്റെ സീറ്റുകൾ അവർ നിലനിർത്തി എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ ആദ്യമായാണ് 2ാം പിണറായി വിജയൻ സർക്കാരിന് സ്വന്തം സീറ്റ് അല്ലെങ്കിൽ LDFന്റെ ഒരു സീറ്റ് നഷ്ടമായത്. അത് നിലമ്പൂരിലാണ്. ഡാൻ, നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ചില രാഷ്ട്രീയ വിമർശകരെങ്കിലും ഉന്നയിക്കുന്ന സംശയങ്ങൾ ഉണ്ട്. അതായത് ഇതിനെ മുഴുവൻ ഇങ്ങനെ C ക്ലാസ്സായി കണക്കാക്കേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മുടെ പട്ടിക പരിശോധിച്ചാൽ കണ്ണൂർ, അവിടെ റിജുൽ മാക്കുറ്റിയുടെ പേരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ പലരും ചുവപ്പ് കോട്ട എന്നൊക്കെ പറയുമെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതല്ല കണക്ക്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കണ്ണൂർ എന്നത് വ്യക്തമാണ്. അവിടെ കെ സുധാകരനെ പോലെയുള്ളവർ, അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ളവർ വിജയിച്ചു കയറിയ മണ്ണാണ്. അതുകൊണ്ട് കണ്ണൂരിനെ ഈ നിലയിൽ ആണോ കണക്കാക്കേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടാകുന്നു. അതൊരു ഉദാഹരണമായി മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതോടൊപ്പം പല സീറ്റുകളും ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ തൃത്താല, അവിടെ VT ബൽറാമിൻ്റെ പേര് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ബൽറാം 2 തവണ വിജയിച്ച് കയറിയതാണ്. കഴിഞ്ഞ തവണ MP രാജേഷിനോട് മത്സരിക്കുമ്പോൾ വളരെ ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണോ കണക്കാക്കുന്നത് എന്ന സംശയം ഉയരുന്നു. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഡാൻ ഈ മണ്ഡലങ്ങളെ ഈ C ക്ലാസ്സിലേക്ക് കോൺഗ്രസിന് മാറ്റി ചിന്തിക്കേണ്ടി വന്നത്? അഭിലാഷ്, അതായത് ഈ സർവേ നടന്ന സമയം, ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം, അത് മുഴുവൻ ഈ സർവേകളിൽ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് AICC നേരിട്ട് സർവേ നടത്തുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ ഒരു ടീം തന്നെ കേരളത്തിൽ സർവേ നടത്തുന്ന സമയത്തും ഇത് രണ്ടും സമാനമായ സമയത്തല്ല ഈ സർവേ നടപടികൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി പൊതുവിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ ഭരണവിരുദ്ധ വികാരം, ആ സമയത്ത് നിലനിന്നിരുന്ന ചർച്ചകളിൽ സജീവമായി നിലനിന്ന വിഷയങ്ങൾ, ഇത് മുഴുവൻ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ സർവേ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആവേശം ചെറുതല്ല. അത് വലിയ തരത്തിൽ നിലപാടിന്റെ വിജയമാണ് എന്ന തരത്തിൽ VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം അതിനെ സൈബർ ഇടങ്ങളിലും അല്ലാതെയും വലിയ തരത്തിലുള്ള പ്രചാരണം അതിന് നൽകുന്നുണ്ട്. അതായത് PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് UDFനും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്, അത് പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം മാറി എന്ന പ്രചാരണം ശക്തമായി കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുകയാണ്. അത് തന്നെയാണ് ഒരു തരത്തിൽ ഈ ക്യാപ്റ്റൻ വിവാദങ്ങളിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, MPമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാവകാശം നൽകുമോ, ഇളവ് നൽകുമോ എന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെ ഇളവ് നൽകിയാൽ മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന 1 ഡസനിലേറെ MPമാരുണ്ട്. അതുകൂടി നമ്മൾ അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനാണ് കെ സുധാകരൻ തീർച്ചയായിട്ടും അതായത് സമീപകാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് ഇനി അങ്ങ് എത്ര പെട്ടെന്ന് അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്ന ചോദ്യത്തിന് രഹസ്യമായെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരു
ചോദ്യചിഹ്നം കലർന്ന ഉത്തരമാണ് നൽകുന്നത്. കാരണം ഇന്ത്യ മുന്നണിയുടെ അന്തഛിദ്രങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ മുഴുവൻ വലിയൊരു അവസരമായി കാണുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ്. അവിടെ കൃത്യമായി കെ സുധാകരൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എംപിമാർ അവരെല്ലാവരും ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന താല്പര്യത്തിൽ നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ വടകരയുടെ എം പി ഷാഫി പറമ്പിൽ പോലും യുവമുഖമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്ക് കടന്നു വരാനുള്ള താല്പര്യത്തിൽ ആണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കാം കോൺഗ്രസ് ക്യാമ്പിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമമായ ചർച്ചകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. പക്ഷേ ഒരു യുവ പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജിക്കാണ് AICC നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് എന്നതാണ്. ശരി. ഇപ്പോൾ ജോർജ്